ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പുട്ടൊക്കെ ബാക്കി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ രാവിലത്തെ പുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പുട്ടിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉടച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പുട്ട് മുഴുവനായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കടലയാണ്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കടല ചേർത്തിട്ടുണ്ട്, അതുപോലെ അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കടല അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കര പാനിയാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഈ ഒരു പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് ചേർത്തിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എക്സ്ട്രാ തേങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പുട്ടിലുള്ള ആ ഒരു തേങ്ങ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.